പ്രഭാതഭേരി. ആഘോഷങ്ങളോടെ മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. പുതുപുസ്തകങ്ങളുടെ മണവും യൂണിഫോമിലെ സ്വപ്നങ്ങളും പ്രവേശനോത്സവത്തിന്റെ നിറങ്ങളും കുട്ടികളെ കാത്തിരിക്കുമ്പോൾ ഇടുക്കി പൊരിക്കണ്ണിയിലെ കുട്ടികൾക്ക് ഈ വർഷവും സ്കൂളിലേക്കുള്ള യാത്ര സാഹസികമാണ്. ഒരു ആറിനക്കരെ ലഭ്യമായ വിദ്യാഭ്യാസമടക്കമുള്ള സൗകര്യങ്ങൾക്കായി നിലയില്ലാ കയത്തിനിക്കരെ കുട്ടികൾ കാത്തുനിൽക്കുന്നു. 2018 പ്രകൃതിക്ഷോഭത്തിൽ പാലം മഴക്കാലത്ത് ഇടിച്ചു പൊളിച്ചു പോയതാണ്. പൊതുപ്രവർത്തകൻ ജോണി ഇഞ്ചിപ്പറമ്പിൽ. ഇതുവരെ ആ പാലം നന്നാക്കാൻ ആരും തന്നെ മുൻപന്തി വന്നിട്ടില്ല. ചെങ്ങാടം പോകുന്ന കഴിവെന്ന് പറയുന്നത് 68 അടി താഴ്ചയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 3 കൊച്ചുകൾ ചെങ്ങാടത്തേന്ന് പോയതാണ്. ആൾക്കാർ ചാടി ഇറങ്ങി പിള്ളേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തു. 100-150 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ഊരാമ്പാറ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളായി 10-250 പേരും ആരടി പ്രാഥമിക ആശുപത്രിയിലേക്ക് കുരുകണ്ണി, ചപ്പാത്ത, കരിതിരി എന്നീ പ്രദേശ ആൾക്കാർ ചെങ്ങാടം വഴിയാണ് ആശുപത്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കൂടിക്കഴിയുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത 100% ഉണ്ട്. ആ പ്രദേശത്ത് 350 കുടുംബക്കാരാണ് താമസിക്കുന്നത്. കുരുകണ്ണിയിൽ നിന്നും ചെങ്ങാടത്തിൽ കയറിയാൽ ലാലടിയില്ല. ആ ചെങ്ങാടത്തിന്റെ ദൂരം എന്ന് പറയുന്നത് 128 മീറ്ററുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ആദിവാസി കന്യാകുടിയിൽ വന്ന് വെള്ളത്തിൽ ചെങ്ങാടത്തേന്ന് പോയിട്ട് തുരിച്ചാലാണ് അയാളുടെ ബോഡി മുങ്ങിയത്. അങ്ങനെ പലവട്ടം അപകടം. ഈ കഴിഞ്ഞ ആഴ്ച 3 കുഞ്ഞുങ്ങള് വേദപാഠം പഠിക്കാൻ പോകുന്നത് ചെങ്ങാടത്തേന്ന് മറിഞ്ഞു പോയിട്ട് ഇക്കരത്തെ ചായക്കടക്കാര് ഇക്കരയിലുള്ള ആൾക്കാർ കൂടെ കൂടി ചാടിയാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. പൊരിക്കണ്ണി മുൻ വാർഡ് മെമ്പർ സിനിമോൾ ജോസഫ്. പൊരികണ്ണിയുടെയും ലോണ്ടറിയുടെയും കൂടെ ഭാഗത്തായിട്ട് രണ്ടും കൂടെ ചേരുന്ന ഒരു ഭാഗമുണ്ട്. അക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്താണ്. ഫ്രാൻസിസ് ജോർജ് MP ആയിരിക്കുന്ന സമയത്താണ് നടപ്പാലം തന്നിട്ടുണ്ടായിരുന്നു. ആ പാലം നമ്മുടെ 2018 പ്രളയത്തിൽ ഒലിച്ചുപോയി. അതിനുശേഷം അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ 5 വർഷം ജനപ്രതിനിധിയായിരുന്നു. അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ചെങ്ങാടം കൊടുക്കണമെന്ന് പറയുകയും പഞ്ചായത്തിൽ നിന്നത് ചെങ്ങാടം പണിയിച്ചു കൊടുക്കുകയും ചെയ്തു. അയ്യപ്പൻകോവിലെ മെമ്പർ ലോണ്ടറിയിലെ പൊരികണ്ണിയിലെ ഞങ്ങൾ 3 പേരോടെ കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ 2-3 വർഷം ഞങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇനിയിപ്പോ ശരിക്കും അപകടമായ ഒരു പാതയിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. കുട്ടികളെ വിടാൻ നമ്മളെ പേരൻസ് പേടിക്കണം. അതേ അവസ്ഥയാണ്. മുള കൊണ്ടാണ് ചെങ്ങാടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു കമ്പിയിൽ ബന്ധിപ്പിച്ചിട്ട് കയർ വഴി വലിച്ചാണ് അക്കരെ എത്തുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു പാലം കൊടുക്കുകയാണെങ്കിൽ അക്കരെ ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമുണ്ട്. പെരിയാറിന്റെ പ്രത്യേകത അറിയാലോ, ഈ ഭാഗത്തൊക്കെ ഒരു ഭയങ്കര വീതിയാണ്. കുട്ടികളെ വിടുമ്പോൾ നമ്മൾ വളരെയധികം ആദ്യ പിടിച്ചാണ് പേരൻസ് കുഞ്ഞുങ്ങളെ ആ ചെങ്ങാടത്തെ കയറ്റി വിടുന്നതും. കൂലിപ്പണിക്കാരാണ് ആ പ്രദേശവാസികളെല്ലാം കൂലിപ്പണിക്കാരാണ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒരു പേരൻസ് നിന്നാണ് ഈ കുട്ടികളെ അക്കരയ്ക്ക് എത്തിക്കുന്നത്. രക്ഷകർത്താവ് അഞ്ജന. ഒരു വർഷത്തില് ഞങ്ങളൊരു 4 ചങ്ങാടമെങ്കിലും ഉണ്ടാക്കാറുണ്ട്. എല്ലാ കുട്ടികൾക്കും നീന്തലൊന്നും അറിയത്തില്ല. എല്ലാ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ആ ഭയമുണ്ട്. സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുമ്പോൾ ഇപ്പോൾ ഒരു 1500 രൂപയോളം ബസ് ചാർജ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ ഇക്കരെ കടന്നു പോകാൻ ആ 1500 രൂപയിൽ നിസ്സാരം പകുതി തുകയാകുന്നുള്ളൂ പിള്ളേർക്ക് സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. ഒരു ഓട്ടോയെ ആശ്രയിക്കുകയാണെങ്കിൽ ഏകദേശം 200 രൂപ ഒരു ട്രിപ്പ് സിറ്റിയിൽ എത്താൻ വേണ്ടി വണ്ടിക്കൂലിക്കാവുന്നുണ്ട്. തോട്ടം തൊഴിലാളി കരിന്തിരി എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്കത് ഒരു ദിവസത്തെ ആ കൂലി താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവിടെ ഒരു 300ഓളം കുട്ടികൾ LKG മുതൽ ഡിഗ്രി അത്രയും പഠിക്കുന്ന കുട്ടികൾ 500ഓളം പ്രദേശവാസികളും ഉണ്ട്. ഇവര് അക്കരെ ഒരു ആശുപത്രി പോകാനോ അല്ലെങ്കിൽ നിസ്സാരം ഒരു പഞ്ചായത്തിലെ ഒരു ആവശ്യത്തിന് പോകാനോ ഒക്കെ ആയിട്ട് അവര് ആശ്രയിക്കുന്നത് ഈ ചങ്ങാടത്തെയാണ്. അത് വെള്ളം കൂടുന്ന സമയത്ത് ഈ ചങ്ങാടം നമുക്ക് കെട്ടിയിടാനുള്ള ഒരു അസൗകര്യമുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാതെ വെള്ളം വരുമ്പോൾ ഈ ചങ്ങാടം ഒഴുകി പോകും. അതിന് ജീവൻ പണയം വെച്ച് ഇത്രയും കുട്ടികൾ അക്കരെ ഇക്കരെ കടക്കുന്നു. മഴയുടെ കാഠിന്യം അനുസരിച്ച് എത്രത്തോളമാണ് വെള്ളം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ അധ്യാപകരുണ്ട്, അക്കരെ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ആശ്രയിക്കുന്നത് ഈ ചങ്ങാടത്തെ തന്നെയാണ്. ഞങ്ങൾക്ക് സിറ്റിയിൽ എത്താൻ വേണ്ടി ഒരു എസ്റ്റേറ്റ് മേഖലയിൽ കൂടി ചുറ്റിക്കറങ്ങി വേണം പോകാൻ. വഴി നടന്നു പോകാൻ പിള്ളേർക്ക് ഭയമുണ്ട്. ചുറ്റും വീടുകളൊന്നുമില്ല. ഒരു എസ്റ്റേറ്റ് ഏലക്കാട്, തേയിലക്കാട് അത്രയും താണ്ടിയാണ് ഒരു 5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം കുട്ടികള് സിറ്റിയിൽ എത്തിയിട്ട് അവിടുന്ന് ബസ് കയറി പോകാൻ. അത്രയും ദൂരത്തെ വണ്ടിക്കൂലിയാണ് ഈ 200 രൂപ എന്ന് പറഞ്ഞത്. കുട്ടികളെ തന്നെ വേണം പറഞ്ഞു വിടാനും. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീതി ഇല്ലാതെ വിടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ കൂടെ പറഞ്ഞു വിടാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് അതും ഒരു ഭയമാണ്. പല ദിവസങ്ങളിലും കൂട്ടുകാരില്ല എങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാറില്ല. പൊരിക്കണ്ണിയിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ എത്തുക എന്നത് ദിനേനയുള്ള പോരാട്ടമാണ്. മഴക്കാലം തുടങ്ങിയാൽ താൽക്കാലിക രക്ഷയാകുന്നത്
മുള കൊണ്ടുള്ള ചങ്ങാടങ്ങളാണ്. അതിലൂടെയുള്ള യാത്രയോ അതിസാഹസികവും. കമ്പിയിലാണ് കയറിട്ടാണ് ചങ്ങാടം വെച്ചിരിക്കുന്നത്. അധ്യാപിക ആലിസ് മാത്യു. മഴക്കാലം തുടങ്ങി അന്നേരം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഈ കമ്പിയിൽ ഇതിന്റെ സ്പാർക്കിംഗ് ഉണ്ടാവുകയും ഞങ്ങൾക്ക് കടക്കാൻ വലിയ പാടാണ്. വലിയ ഒഴുക്കായി കഴിഞ്ഞാൽ ചങ്ങാടം മറിഞ്ഞു. ഒരു പ്രാവശ്യം ചങ്ങാടം മറിഞ്ഞു പോയി. നാട്ടുകാർ ഓടി വന്നൊരു ദൈവാനുഗ്രഹത്തെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി കിട്ടി. അന്ന് 2.5 വയസ്സുള്ള കൊച്ചു ചേട്ടന്റെ 3 വീടുകൾ ഉണ്ടായിരുന്നു. വലിയ മുളകൊണ്ടാണ് ചങ്ങാടം ഉണ്ടാക്കുന്നത്. ഈ ചങ്ങാടം എന്ന് പറയുന്ന 1 വർഷത്തെ കാലാവധിയുള്ളൂ. കുറച്ച് ഒരു 6 മാസം ആകുമ്പോഴത്തേനും ഇതിന്റെ കമ്പ് ഒലിഞ്ഞു പോകാൻ തുടങ്ങും. പലരുടെയും കാല് നമ്മളത് ചവിട്ടുമ്പോൾ ഒടിഞ്ഞു പോയിട്ട് മുറിവുകളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിലുപരി ഞാൻ ഒരു 23 രൂപ പോയിന്റ് അകലെയുള്ള ഒരു സ്ഥലത്താണ് പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എനിക്കാണെങ്കിൽ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഒരു സഹായം ഞങ്ങൾക്ക് ഒരു പാലം ചെറുതായാലും കടപ്പാലം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് അക്കരെ ചെന്നാല് സൗകര്യമുണ്ട്. പ്രദേശവാസിയും കോൺട്രാക്ടറുമായ അനീഷ് PJ. അപകടാവസ്ഥ എന്ന് പറഞ്ഞാല് 45 അടി താഴ്ചയുണ്ട് തന്നെ സെൻട്രല്. ഇഷ്ടംപോലെ സ്കൂളിൽ പിള്ളേർ പോകുന്നുണ്ട്. ആ കുട്ടികൾ പോകുമ്പോൾ ഒരു കുഞ്ഞെങ്കിലും വെള്ളത്തിലെങ്ങാനും പെട്ടുപോയാൽ അവരുടെ ജീവിതം അതോടുകൂടി തീരുവ. അക്കരയെന്ന് നീന്തി വരാനോ പറ്റത്തില്ല. അപകടം വരുമ്പോഴത്തേന് ഇക്കരയെന്ന് നീന്തി പോകാനും പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ കൂടുതൽ വർക്ക് ചെയ്ത കുഞ്ഞ് ഒരു ചെറുക്കൻ അവൻ വെള്ളത്തിൽ പോയെന്നേ. എന്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണിട്ട് അവനെ ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നീന്തൽ പഠിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ ചങ്ങാടത്തിൽ നിന്ന് തെന്നിപ്പോകുന്നേ. ഈ മുളച്ചങ്ങാടമായതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ തെന്നിപ്പോകും. അധ്യാപികയും പ്രദേശവാസിയുമായ ആലിസ്. ഒരു 5 പേർ പരമാവധി കയറി കഴിഞ്ഞാൽ ചങ്ങാടം മുങ്ങുന്ന ഒരവസ്ഥയാണ്. വലിക്കാൻ അറിയാത്തവര് വലിച്ച് മുന്നോട്ട് പോയാൽ പോലും ചങ്ങാടം മുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ ഞങ്ങൾക്ക് ജീവനെ തന്നെ ഭയക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരു കൈയിൽ പുസ്തക ബാഗും മറ്റേ കൈയിൽ സ്വന്തം ജീവനും പിടിച്ചുകൊണ്ടുള്ള യാത്രയിൽ കുട്ടികൾ പഠിക്കുന്നത് പുസ്തകത്തിലെ പാഠങ്ങൾക്കപ്പുറം അവഗണനയുടെ ഭൂമിശാസ്ത്രമാണ്. മഴക്കാലത്ത് ഞങ്ങൾ ചങ്ങാടത്തിൽ കൂടെ പോകാൻ പറ്റാത്ത സാഹചര്യം വരും. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യ അനീഷ്. ഞങ്ങളുടെ കൂടെ KG സെക്ഷൻ മുതൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്തുള്ള വെള്ളമായിരിക്കത്തില്ല ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരുന്നത് മഴക്കാലത്ത്. അപ്പോൾ ഞങ്ങൾ ആലടി ഇറങ്ങി ആറ്റി ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിക്കാൻ പറ്റത്തില്ലായിരിക്കും. കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ചപ്പാത്തിൽ പോയിട്ട് അവിടുന്ന് 1.5 മണിക്കൂർ വെച്ച് ഞങ്ങൾക്ക് നടക്കാനുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ കിഫ്ബി ഫണ്ട് ഉൾപ്പെടുത്തി മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പെരിയാറിനക്കരെ നിന്ന് ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ 8 വർഷമായി ജീവൻ ഒരു കയറിൽ പിടിച്ചാണ് ഞങ്ങൾ ചങ്ങാടത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് വരുന്നതും. ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയത്തില്ല. എന്റെ അപ്പനമ്മ മുതൽ കൂലിപ്പണിക്ക് പോകുന്നവരാണ് ഇവിടെ കൂടുതലും. മഴക്കാലത്ത് അവർക്കും പണിക്ക് പോകാൻ സാധിക്കാറില്ല. ഞങ്ങളുടെ 6ന് നടുക്കത്ത് എത്തുമ്പോഴത്തേനും ഭയങ്കര ഒരു പേടിയാണ്. അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു ധൈര്യം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ വെള്ളം ആഴം അങ്ങനെയൊക്കെ ഇവർക്ക് ഇങ്ങനെ തോന്നുമ്പോഴത്തേനും അവരുടെ ഒരു പേടി. അവര് ചിലപ്പം ഒച്ച വെക്കും. കയറി ഒന്നും നോക്കാതെ നമ്മളിങ്ങനെ വലിച്ചു പോകുമ്പോഴത്തേനും പോകുന്ന ആ സംഭവത്തിന് നമുക്കൊരു ധൈര്യം നമുക്ക് നഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ ഇറങ്ങണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആലടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളമാണെങ്കിലും പിന്നെയും ചപ്പാത്തിലോട്ട് പോയിട്ട് അവിടെ നടന്നു വേണം പോകാൻ. 2 മണിക്കൂർ വെച്ചും മഴ പെയ്തു കഴിഞ്ഞാൽ ഒട്ടും ചങ്ങാടത്തില്ല. ഇപ്പം ഈ മഴക്കാലത്ത് ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ആലടി പൊരുകണ്ണി ഈ പ്രദേശം. ആശുപത്രി ആയിക്കോട്ടെ, ആലടി ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്താണ്. അപ്പൊ ഞങ്ങൾ മഴക്കാലത്ത് ഞങ്ങൾക്ക് ചെറിയൊരു പനി വന്നാലോ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശുപത്രി പോകാൻ തൊട്ടടുത്താണ്, വളരെ അടുത്താണ്. പക്ഷെ മുറിച്ച് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സ്കൂളിൽ നമ്മൾ ആലടിയിൽ ഇറങ്ങി പേരൻസ് നമ്മളെ നോക്കിയാണല്ലോ ഇരിക്കുന്നത് സ്കൂളിൽ. ചിലപ്പോൾ ഞങ്ങൾ 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ. ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പേടിക്കുമല്ലോ. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് അവരുടെ വീട്ടിൽ സേഫാക്കി എത്തിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ നടപ്പാലം മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. 2018 ഒലിച്ചുപോയ പാലത്തിന് പകരം സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയെങ്കിലും ഇന്നും അവ ഫയലുകളിൽ ഉറങ്ങുകയാണ്. ഈ പൊരുകണ്ണി പാലത്തെ പറ്റി സംബന്ധിച്ച് പറഞ്ഞാൽ 2018 പ്രളയത്തില് അത് ഒലിച്ചുപോയി. അന്ന് മുതൽ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, പഞ്ചായത്തുണ്ട്. ഈ ഭരണസമിതി ഇതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതാണ്. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ. നിയമസഭയില് ബഡ്ജറ്റിന്റെ അകത്ത് ഈ പാലത്തിന് ഫണ്ട് വെച്ചു എന്നൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം അയ്യപ്പൻകോവിൽ പഞ്ചായത്തും ഉപ്പുതറ പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. നിരവധി കുട്ടികൾ പോകുന്നതാണ്. ഇപ്പൊ ഇത്രയും വർഷമായി അത് ഈ ഭരണസമിതി അത് നിയമസഭയിലും ഒരു ഉറപ്പുണ്ടാക്കിക്കൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് വേണ്ട മേൽനടപടി സ്വീകരിക്കും. വണ്ടിയും കൂടെ വരുന്ന രീതിയിലുള്ള പാലം നിർമ്മിക്കുവാണെങ്കിൽ ഒത്തിരി ലാഭമുണ്ട്. പീരുമേട് MLA അഡ്വക്കേറ്റ്
സിറിയക് തോമസ്. എനിക്കത് ആ പ്രശ്നങ്ങൾ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടെ ഒരു പാലം വളരെ അനിവാര്യമാണ്. ആദ്യത്തെ ആ ഒരു പരിഗണന ആ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകും. അത് ഞാൻ അവിടുത്തെ പ്രദേശവാസികളോട് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ഗതാഗത സൗകര്യപ്രദമായ ഒരു പാലം വേണമെന്നാണ് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. നമുക്ക് ആവശ്യമായ പഠനങ്ങളൊക്കെ നടത്തണമല്ലോ. മറ്റൊരു നടപടി കാര്യത്തിലുണ്ടാവും. ഇത് ഒരു ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല. വികസന ഭൂപടങ്ങളിൽ പലപ്പോഴും കാണാതാകുന്ന അരികുവൽക്കരിക്കപ്പെടുന്നവരുടേതുകൂടിയാണ്. ആഘോഷവേദികളിൽ ഉയരുന്ന കയ്യടികൾക്കപ്പുറം കയങ്ങൾക്ക് മീതെ മഴവെള്ളത്തിൽ ഒഴുകുന്ന ചങ്ങാടങ്ങൾ ചോദിക്കുന്ന ചോദ്യം ലളിതമാണ്. ഈ കുട്ടികൾ കേരളത്തിന്റേതല്ലേ? പ്രഭാതഭേരി.